നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാളിൽ മിമ്പർക്ക് പത്രതായ സന്ദർഭത്തിൽ നബി തങ്ങൾ ദുആർന്നതായ ഒരു ദുആ നമുക്ക് കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞാൽ പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ മിമ്പർക്ക് ഇങ്ങനെ പത്തിയോ മൂന്ന് വട്ട ആമീൻ 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊന്നിട്ട് മിമ്പറിലെ ഇല്ലയിൽ പിന്നെ നബി തങ്ങളിട്ട് കേട്ടാൽ നബിയെ സാധാരണ നിങ്ങൾ ആക്രതിക്ക് വിപരീതമായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് ഒരു മൂന്ന് ആമീൻ നിങ്ങൾ ചൊന്നാൽ എന്തിനാ അതിക്കുള്ള കാരണം? മൂന്ന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു പ്രത്യേകമായ ദുആ ജിബ്രീൽ അലൈഹിസ്സലാം ആക്കിയിട്ട് ആ ദുആക്കുള്ള ഉത്തര ഒരു ജവാബായിട്ട് കിടന്നാണ് ആമീൻ ചൊന്നേ. എന്തിനാ അതിലൊരു ദുആ? ഒരാൾക്ക് റമളാൻ തിങ്കൾ കിട്ടി, ഒരാൾ റമളാനിൽ പ്രവേശിച്ച ആ റമളാനിൽ പ്രവേശിച്ചിട്ട് ആ റമളാൻ അവിടെ നിന്നിട്ട് കഴിഞ്ഞു പോയി. റമളാൻ അവർക്ക് കഴിഞ്ഞു പോയി 29 നാള 30 നാള അവിടെ നിന്നിട്ട് കഴിഞ്ഞു പോയി. ആയെങ്കില അവനാക്കിയതായ തപ്പും അവന്റെ ജീവിതത്തിൽ അവനാക്കിയതായ തപ്പും മാസിയത്ത് എന്തെല്ലാം ഉണ്ടാ അതെന്തും അല്ലാഹുവോട് പുറത്തു കൊടുക്കാത്ത അവസ്ഥയിലേക്ക് ആ റമളാൻ അവിടെ നിന്ന് കഴിഞ്ഞു പോയി. അതായത് ഷവ്വാൽ എങ്ങനെയാണ് ഷഅബാൻ എങ്ങനെയാണ് അതേ അവസ്ഥയിലേക്കാണ് റമളാനിൽ പ്രവേശിക്കുമ്പോൾ. അപ്പൊ എന്തുകൊണ്ടുണ്ട് അങ്ങനത്തെ ജിബ്രീൽ അലൈഹിസ്സലാം ദുആരന്തരെ റഹിമ അൻഫുൽ അവന്റെ മൂക്ക് കുത്തിട്ട് അവന് നരകത്തേക്ക് കൂലട്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഏറ്റവും മോശമായ അവസ്ഥയിൽ നരകത്തേക്ക് എത്ര 3 വിഭാഗ ആൾമാർ. അതിലൊന്നും റമളാൻ തിങ്കൾ കിട്ടിയിട്ടും അവന്റെ പാപ അവനാക്കിയതായ തപ്പ് അല്ലാഹു പുറത്തു കൊടുക്കാത്ത ആൾമാരെ.